സെൽഫ് ഗോളുകൾ ഫുട്ബോളിൽ സാധാരണമാണ്. കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു കുഞ്ഞബദ്ധമായിരിക്കാം ഒരുപക്ഷെ ഗോളിൽ അവസാനിക്കുന്നത്. സ്വന്തം വലയത്തിലേക്ക് പന്തെത്തിക്കാൻ ഒരു താരവും അറിഞ്ഞുകൊണ്ട് ആഗ്രഹിക്കില്ലല്ലോ. 1994 വേൾഡ് കപ്പ്. പ്രിയപ്പെട്ട എസ്കോബാർ, എന്തിനാണ് ജോൺ ഹാക്സിന്റെ ആ ക്രോസിന് നിങ്ങൾ കാലുവെച്ചത്? ഒരുപക്ഷെ നിങ്ങളുടെ പുറകിൽ നിന്ന ആ അമേരിക്കൻ സ്ട്രൈക്കറാണ് പന്ത് വലക്കകത്തെത്തിച്ചതെങ്കിൽ ഫുട്ബോൾ ലോകം ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകില്ലായിരുന്നല്ലോ. എസ്കോബാർ ഒരുപക്ഷെ ആ പന്തിന് കാല് വെച്ചില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്ന അമേരിക്കൻ സ്ട്രൈക്കർ എന്തായാലും അത് വലയിലെത്തിച്ചേനെ. പക്ഷേ ആ പന്ത് തന്റെ ഗോൾ മുഖത്ത് നിന്ന് എത്രയും ദൂരേക്ക് തട്ടിക്കളയാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹത്തിന്റെ ബൂട്ടുകളിൽ നിന്നും ആ പന്ത് പോയത് സ്വന്തം പോസ്റ്റിലേക്കാണ്. അറിയാതെ പറ്റിയ ഒരു സെൽഫ് ഗോളിന് പകരമായി ആരാധകർ ആവശ്യപ്പെട്ടത് എസ്കോബാറിന്റെ ജീവൻ തന്നെയായിരുന്നു. തന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയ എസ്കോബാർ കൊളംബിയ ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് 5 ദിവസങ്ങൾക്ക് ശേഷം ഒരു 1994 ജൂലൈ 1 രാത്രിയിൽ അദ്ദേഹം കൂട്ടുകാർക്കൊപ്പം പുറത്തു പോകുന്നു. അതിനുശേഷം തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പിരിയുകയും അദ്ദേഹം കാറിൽ പോയി ഇരിക്കുകയും ചെയ്യുന്നു. പിന്നെ മാസ്ക് ധരിച്ച 3 പേർ വന്ന് അദ്ദേഹത്തോട് രൂക്ഷമായി വാദിക്കുന്നു. എസ്കോബാറിനൊന്നും പറയാനുണ്ടായില്ല. പിന്നീട് നടന്നത് കൊളംബിയ എന്ന രാജ്യത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കിയ രംഗങ്ങളാണ്. ആന്ദ്രേസ് എസ്കോബാർ എന്ന കൊളംബിയ കണ്ട ഏറ്റവും മികച്ച ഡിഫൻഡറിനെ അവർ വെടിവെച്ച് കൊല്ലുന്നു. 6 വെടിയുണ്ടകളാണ് എസ്കോബാറിന്റെ നെഞ്ചിലേക്ക് അവർ തുളച്ചു കയറ്റിയത്. ഓരോ വെടിയുണ്ടയും എസ്കോബാറിന്റെ ദേഹത്തേക്ക് തുളച്ചു കയറിയപ്പോൾ അവർ ഗോൾ ഗോൾ എന്ന് വിളിച്ചു പറഞ്ഞു. അവരോട് ചോദിക്കാനുള്ളത് ഒന്നു മാത്രമാണ്. നിഷ്കളങ്കമായ ആ മുഖത്ത് നോക്കി എങ്ങനെയാണ് നിങ്ങൾക്ക് വെടിയുതിർക്കാൻ കഴിഞ്ഞത്? നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടി അയാൾ എന്തൊക്കെയാണ് സമർപ്പിച്ചത്? എത്രയോ നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ടാക്കിളുകളാണ് നിങ്ങളുടെ രാജ്യത്തെ ഇത്രയും ദൂരം എത്തിച്ചത്. അങ്ങനെ ജൂലൈ 1, 1994 ഫുട്ബോൾ ലോകത്തിന് എന്നും മറക്കാനാകാത്ത ഒരു തീയതിയായി മാറി. ഒരു സെൽഫ് ഗോളിന്റെ പേരിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ട ആന്ദ്രേസ് എസ്കോബാർ നമ്മളോട് വിട പറഞ്ഞിട്ട് ഇന്ന് 27 വർഷങ്ങളോളം കഴിയുന്നു. എന്നാൽ ഇന്നും 1000 കത്തികൾ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കുന്ന വേദനയോടെയാണ് ആന്ദ്രേസ് എസ്കോബാറിന്റെ കഥ ഓരോ ആരാധകനും കേൾക്കുന്നത്. എന്നാലും സന്തോഷത്തോടെയായിരിക്കണം എസ്കോബാർ മടങ്ങിയത്. അദ്ദേഹത്തെ സ്നേഹിച്ച ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആരാധകരാണ് ആ ചടങ്ങിന് എത്തിയത്. ക്ഷമിക്കണം എസ്കോബാർ, ഫുട്ബോൾ ലോകം നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു.